താങ്കളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതായത് വെറും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു കോൺക്രീറ്റ് മേൽക്കൂര. അവിടെ ശരിക്കും ഒരു തരി പോലും മണ്ണില്ല. ഉം, എന്നാൽ ആ ഒരു ശൂന്യമായ പ്രതലത്തിൽ നിന്ന് അവർ വിളവെടുക്കുന്നത് 400 തക്കാളി ചെടികളാണ്. അതും എന്താ പറയാ, ഏകദേശം 1200 കിലോയോളം വരുന്ന അതിഗംഭീരമായൊരു വിളവ്. വാവ്, കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായും. തിരുവനന്തപുരത്ത് താമസിക്കുന്ന സന്തോഷ്, കാർത്തിക എന്നീ IT പ്രൊഫഷണലുകളാണ് ലിവ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിലൂടെ ഈ വലിയ അത്ഭുതം നമ്മളെ കാണിക്കുന്നത്. അതെ, ഈയൊരു വീഡിയോ ശരിക്കും ഒരുപാട് പേരെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈയൊരു വിശദമായ വിശകലനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ശരിക്കും സയൻസ് ഫിക്ഷൻ സിനിമകളെയൊക്കെ വെല്ലുന്ന ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒരു തരി മണ്ണില്ലാതെ ഇത്രയും വലിയൊരു കാർഷിക വിപ്ലവം എങ്ങനെ സാധ്യമാകുന്നു എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. ഈയൊരു അത്ഭുതത്തെയാണ് നമ്മൾ പൊതുവെ ഹൈഡ്രോപോണിക്സ് എന്ന് വിളിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മണ്ണിനെ പൂർണ്ണമായും ഒഴിവാക്കി വെള്ളത്തിലൂടെ മാത്രം കൃഷി ചെയ്യുന്ന രീതി. വെള്ളത്തിൽ മാത്രം? അതെ. പക്ഷേ ഇതിന്റെ പിന്നിലെ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിലെ ചെടികൾ എങ്ങനെയാണ് പരിണമിച്ചു വന്നത് എന്നതിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പ്രകൃതിയിൽ ഒരു ചെടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ആഹാരം കണ്ടെത്തുക എന്നതായിരിക്കുമല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതെ. മണ്ണിലെ കട്ടികൂടിയ പാറകൾക്കും മറ്റ് തടസ്സങ്ങൾക്കുമിടയിലൂടെ അവയുടെ ഊർജം മുഴുവൻ ഉപയോഗിച്ച് വേരുകൾ ആഴത്തിലേക്ക് വളർത്തണം. ശരിയാണ്. എന്തിനാണ്? അതിജീവിക്കാൻ ആവശ്യമായ കുറച്ചു വെള്ളവും പോഷകങ്ങളും എങ്ങനെയെങ്കിലും കണ്ടെത്താൻ. അതായത് ചെടിയുടെ എനർജിയുടെ വലിയൊരു ഭാഗം ഈ ആഹാരം അന്വേഷിച്ച് അലയാൻ വേണ്ടി മാത്രം ചെലവാകുന്നു എന്ന് പറയാം. 100% അതെ. അപ്പോ ഈ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പോരാട്ടത്തെ അങ്ങ് ഇല്ലാതാക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ IV ഡ്രിപ്പ്, അതായത് ഈ ഡ്രിപ്പ് കൊടുക്കുന്നത് പോലെയല്ലേ? വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. അവർക്ക് ആഹാരം ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോഷകങ്ങൾ നേരിട്ട് രക്തത്തിലേക്ക് ചെല്ലുന്നു. അതെ അതെ. ഇവിടെ ചെടികൾക്ക് മണ്ണിൽ പോയി വേരുകൾ നീട്ടി ബുദ്ധിമുട്ടുന്നതിനു പകരം അവർക്ക് വേണ്ട നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം കൃത്യമായ അളവിൽ കലർത്തിയ വെള്ളം നമ്മളൊരു ഡ്രിപ്പ് പോലെ നേരിട്ട് ആ വേരുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോ ഇതിലൂടെ ആ ചെടിയുടെ ഊർജം മുഴുവൻ നമ്മൾ ലാഭിച്ചു. ആ ലാഭിക്കുന്ന ഊർജം മുഴുവൻ ചെടികൾ എന്തിലേക്ക് തിരിച്ചുവിടുന്നു എന്നതിലാണ് ഹൈഡ്രോപോണിക്സിന്റെ യഥാർത്ഥ വിജയമിരിക്കുന്നത്. ഓ, അത് ശരി. വേരുകൾ വളർത്താൻ ഉപയോഗിക്കേണ്ട എനർജി മുഴുവൻ അവ ഇലകളും പൂക്കളും ഫലങ്ങളും ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് മണ്ണിൽ വളരുന്നതിനേക്കാൾ എത്രയോ മടങ്ങൾ വേഗത്തിലും വലുപ്പത്തിലും ഇതിൽ വിളവ് ലഭിക്കുന്നത്. ശരിക്കും അത്ഭുതം തന്നെ. ഈ വീഡിയോയിൽ ഇവർ പ്രധാനമായും ഡീപ്പ് ഫ്ലോ ടെക്നിക്, ന്യൂട്രിയന്റ് ഫിൽം ടെക്നിക്, ഡച്ച് ബക്കറ്റ് എന്നിങ്ങനെ പലതരം സിസ്റ്റങ്ങൾ ഈ ചെറിയ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഈ സാങ്കേതിക പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്ന് ലളിതമായി വിശദീകരിക്കാം. ഇതിൽ ന്യൂട്രിയന്റ് ഫിൽം ടെക്നിക് അഥവാ NFT എന്ന് പറയുന്നത് വളരെ രസകരമായൊരു സംവിധാനമാണ്. അതെ, വളരെ പോപ്പുലറായ ഒരു രീതിയാണത്. അതായത് ഒരു PVC പൈപ്പിനുള്ളിലൂടെ ഒരു നേർത്ത പാട പോലെ, ഒരു ഫിലിം പോലെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. ചെടിയുടെ വേരുകളുടെ അറ്റം മാത്രമേ ഈ വെള്ളത്തിൽ മുട്ടിയിരിക്കുകയുള്ളൂ. ബാക്കി ഭാഗം പൈപ്പിനുള്ളിലെ വായുവിലായിരിക്കും അല്ലേ? അതെ. ഇതുവഴി വേരുകൾക്ക് ആവശ്യത്തിന് വെള്ളവും കിട്ടും, ശ്വസിക്കാൻ ആവശ്യത്തിന് ഓക്സിജനും കിട്ടും. വളരെ എളുപ്പമുള്ള ഒരു രീതി. എന്നാൽ വലിയ ചെടികൾക്ക്, അതായത് തക്കാളിക്കോ വെള്ളയിക്കോ ഒക്കെ താങ്ങാൻ ഈ ചെറിയ പൈപ്പുകൾ പോരാതെ വരും. അവിടെയാണ് ഈ ഡച്ച് ബക്കറ്റ് വരുന്നത്. കൃത്യമായി അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ഡച്ച് ബക്കറ്റ് സിസ്റ്റം വരുന്നത്. ഓരോ ചെടിയും ഓരോ പ്രത്യേക ബക്കറ്റുകളിലായിരിക്കും വെക്കുന്നത്. അതിലേക്ക് ഡ്രിപ്പ് വഴി പോഷകങ്ങൾ ഇട്ടിച്ചു കൊടുക്കും. കൂടുതലുള്ള വെള്ളം താഴെയുള്ള പൈപ്പ് വഴി തിരികെ മെയിൻ ടാങ്കിലേക്ക് തന്നെ പോകും. അതായത് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. വെള്ളം ഒട്ടും പാഴാകുന്നില്ല. വെള്ളം എപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ജീവനുള്ള മണ്ണൊഴിവാക്കി പകരം പ്ലാസ്റ്റിക് പൈപ്പുകളും വെള്ളത്തിൽ കലക്കുന്ന പോഷകങ്ങളും മാത്രം ഉപയോഗിക്കുമ്പോൾ വളരെ സ്വാഭാവികമായ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്താണ്? ആ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള സംശയമാണോ? അതെ. ഇങ്ങനെ കെമിക്കൽ പോഷകങ്ങൾ മാത്രം നൽകുമ്പോൾ പച്ചക്കറികളുടെ സ്വാദും ഗുണനിലവാരവും കുറയില്ലേ? പ്രകൃതിദത്തമായ ആ ഒരു ഗുണം ഇതിനുണ്ടാകുമോ?
വാസ്തവത്തിൽ മണ്ണിൽ നിന്ന് ചെടി വലിച്ചെടുക്കുന്ന മൂലകങ്ങളും നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന മൂലകങ്ങളും തന്മാത്രാ തലത്തിൽ നോക്കിയാൽ ഒന്നു തന്നെയാണ്. ആണോ? അതെ, നൈട്രജൻ എന്നത് നൈട്രജൻ തന്നെയാണ്. അത് മണ്ണിൽ നിന്നായാലും നമ്മൾ കൊടുത്താലും. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് എന്നതാണ്. കൺട്രോൾഡ് എൻവയോൺമെന്റ്. അതെ, ഇവർ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലെ കിച്ചണിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന അത്രയും ശുദ്ധമായ ആർഒ വാട്ടറാണ്. വാവ്, കുടിക്കുന്ന ആർഒ വാട്ടറിലോ? സാധാരണ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ആ മണ്ണിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. വാഹനങ്ങളിൽ നിന്നുള്ള പുകയോ ഫാക്ടറി മാലിന്യങ്ങളോ കാരണം മണ്ണിൽ ലെഡ് പോലെയുള്ള ഹെവി മെറ്റലുകൾ ഉണ്ടാകാം. തീർച്ചയായും ചെടികൾ വെള്ളത്തിനൊപ്പം ഇതും വലിച്ചെടുക്കും. എന്നാൽ ഇവിടെ 100% ശുദ്ധീകരിച്ച വെള്ളവും കൃത്യമായി അളന്നു നൽകുന്ന പോഷകങ്ങളും മാത്രമുള്ളതുകൊണ്ട് യാതൊരുവിധ മാലിന്യങ്ങളും പച്ചക്കറികളിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്ന് നമുക്കുറപ്പിക്കാൻ കഴിയും. അതാണിതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ആരോഗ്യമുറപ്പായി. ഇനി നമ്മൾ ഈ പൈപ്പുകൾക്കുള്ളിലൂടെ കൃഷി ചെയ്യുമ്പോൾ വെറും ഇലക്കറികളിൽ മാത്രമായി നമ്മുടെ കൃഷി ഒതുങ്ങില്ലേ എന്നൊരു സംശയം ചിലർക്കെങ്കിലും വരാം. വേരുകൾ ആഴത്തിൽ പോകാത്ത ചെറിയ ചെടികൾ മാത്രമല്ലേ ഇതിൽ വളർത്താൻ കഴിയൂ? അങ്ങനൊരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ 11 വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന വിത്തുപയോഗിച്ച് 1-2 പച്ചമുളകിൽ തുടങ്ങിയ ഇവരുടെ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് താങ്കൾ നോക്കൂ. എവിടെയാണ്? കാന്താരി മുളക്, വലിയ ഇലകളുള്ള പുതിന, പൊന്നാങ്കണ്ണി ചീര, പോക്ചോയ് എന്ന ചൈനീസ് കാബേജ്, അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. പോക്ചോയ് വരെയുണ്ടോ? അതെ, വീഡിയോയിൽ കാണിക്കുന്ന പുതിനയുടെ കാര്യം തന്നെ വളരെ കൗതുകകരമാണ്. ഒരു ചെടിയിൽ നിന്ന് 250 മുതൽ 300 ഗ്രാം വരെയാണ് അവർക്ക് ലഭിക്കുന്നത്. അത് വലിയൊരു അളവാണല്ലോ. ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 1200 കിലോ തക്കാളിയുടെ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ഇവർ ഉപയോഗിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഇനം തക്കാളികളാണ്. ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അതെ, സാധാരണക്കാർക്ക് ഇത് വലിയൊരു അറിവായിരിക്കും. സാധാരണ നമ്മൾ വീട്ടുമുറ്റത്ത് വളർത്തുന്ന തക്കാളികൾ ഡിറ്റർമിനേറ്റ് ആണ്. അതായത് അവ ഒരു കുട്ടിച്ചെടി പോലെ വളരും, ഒരുമിച്ച് പൂക്കും, കായ്ക്കും. അതോടെ ആ ചെടിയുടെ ആയുസ് തീരും. ശരിയാണ്. എന്നാൽ ഇൻഡിറ്റർമിനേറ്റ് തക്കാളികൾ അങ്ങനെയല്ല. അവ ഒരു വള്ളി പോലെ അനന്തമായി വളർന്നുകൊണ്ടേയിരിക്കും. 6-7 മാസം വരെ അവ നിലനിൽക്കും. ഓ, 7 മാസം വരെയോ? പടർത്തി വിടുമ്പോഴാണ് ഒരു ചെടിയിൽ നിന്ന് മാത്രം 2 മുതൽ 5 കിലോ വരെ ഉയർന്ന വിളവ് അവർക്കെടുക്കാൻ കഴിയുന്നത്. അവിടെയും തീരുന്നില്ല ഇവരുടെ പരീക്ഷണങ്ങൾ. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം അവര് ഇഞ്ചിയും മഞ്ഞളും വരെ ഈ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൽ വളർത്തുന്നുണ്ട് എന്നതാണ്. ഇഞ്ചിയും മഞ്ഞളും മണ്ണിൽ ആഴത്തിൽ കിഴങ്ങായി വളരേണ്ടവ എങ്ങനെയാണ് ഹൈഡ്രോപോണിക്സിൽ വളർത്തുക? വെള്ളത്തിൽ വെറുതെ ഇട്ടുവെച്ചാൽ ആ കിഴങ്ങുകൾ അഴുകിപ്പോകില്ലേ? തീർച്ചയായും അഴുകിപ്പോകും. ഇവിടെയാണ് അവർ മീഡിയ ബേസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയ ബേസ്ഡ്, അതായത് വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ചെടിക്ക് നിൽക്കാൻ വേണ്ടി ചൈന മിക്സ് പോലെയുള്ള മണ്ണില്ലാത്തൊരു മീഡിയം അവർ ഉപയോഗിക്കുന്നു. ഇതിൽ വിക്ക് ഇറിഗേഷൻ എന്നൊരു ടെക്നിക്കാണ് അവർ പരീക്ഷിച്ചിരിക്കുന്നത്. ഈ വിക്ക് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിളക്കിലെ തിരി പോലെയാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഈ വിക്ക് ഇറിഗേഷന്റെ മെക്കാനിസം വളരെ ലളിതമാണ്. നമ്മൾ വിളക്കിൽ തിരി കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? എണ്ണ താഴെയാണെങ്കിലും തിരിയിലൂടെ അത് മുകളിലേക്ക് കയറി വരും. കാപ്പിലറി ആക്ഷൻ. അതെ, ഇതിനെ കാപ്പിലറി ആക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതേ തത്വം തന്നെയാണ് ഇവിടെയും. താഴെ പോഷകങ്ങൾ അടങ്ങിയ വെള്ളമുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ തിരി ഈ ചൈന മിക്സിലേക്ക് വെച്ചിരിക്കുന്നു. ആ തിരിയിലൂടെ വെള്ളം പതുക്കെ മുകളിലേക്ക് കയറി മീഡിയത്തെ എപ്പോഴും നേരിയ നനവുള്ളതാക്കി നിലനിർത്തുന്നു. വാവ്! അപ്പോ അമിതമായ വെള്ളം വന്ന് വേരുകൾ അഴുകിപ്പോകാതെ കിഴങ്ങുകൾക്ക് സുഖമായി വളരാൻ ഈ രീതി സഹായിക്കുന്നു. അതെ, കിഴങ്ങുവർഗ്ഗങ്ങൾക്കും ഇത് വളരെ അനുയോജ്യമാണ്. അത് ശരിക്കും ഗംഭീരമാണ്. പിന്നെ കൊറിയർ വഴി തൈകൾ വിതരണം ചെയ്യുന്ന ഇവരുടെ രീതിയിലും വലിയൊരു മാറ്റമുണ്ട്. സാധാരണ ഒരു ചെടി വേരോടെ മണ്ണിൽ നിന്ന് പറിച്ചു കൊറിയർ ചെയ്താൽ യാത്രാക്ഷീണം കൊണ്ടും മണ്ണുണങ്ങുന്നതുകൊണ്ടും അത് ചത്തുപോകാൻ വലിയ സാധ്യതയുണ്ട്. ശരിയാണ്, പലപ്പോഴും തൈകൾ നശിച്ചു പോകാറുണ്ട്. എന്നാൽ ഇവർ ഈ ചെടികൾ സ്പഞ്ചിലാണ് വളർത്തുന്നത്. ആ സ്പഞ്ചോട് കൂടി തന്നെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ വേരുകൾക്ക് യാതൊരു ഡാമേജും സംഭവിക്കുന്നില്ല. ലോജിസ്റ്റിക്സ് തലത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരാശയമാണ്. വളരെ നൂതനമായൊരാശയമാണത്. ഇത്രയും കൃത്യതയോടെ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്ക് മുഴുവൻ സമയവും ഈ ഫാമിലാണോ ജോലി എന്ന് താങ്കൾക്ക് തോന്നിപ്പോകും. തോന്നും. എന്നാൽ രണ്ടുപേരും ഫുൾ ടൈം IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെയാണ്
ഈ യാത്രയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അവർ എങ്ങനെ നേരിട്ടു എന്നത് പ്രസക്തമാകുന്നത്. ആദ്യം വീടിന്റെ ടെറസിലായിരുന്നു കൃഷി. പിന്നീട് സ്ഥലപരിമിതി കാരണം വീട്ടിൽ നിന്ന് 7 മിനിറ്റ് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഫാം മാറ്റേണ്ടി വന്നു. ഒരു IT ജോലിയുടെ സ്ട്രെസ് നമുക്കറിയാമല്ലോ. മീറ്റിങ്ങുകളും ഡെഡ്ലൈനുകളുമൊക്കെയായി എപ്പോഴും തിരക്കോട് തിരക്ക്. ഈ തിരക്കിനിടയിൽ 7 മിനിറ്റ് ദൂരെയുള്ള ഫാമിൽ പോയി വെള്ളം കൃത്യമായി അടിക്കുന്നുണ്ടോ, താപനില മാറിയോ എന്നൊക്കെ നോക്കാൻ അവർക്ക് പലപ്പോഴും സമയം കിട്ടാതെയായി. സ്വാഭാവികമായും കൃഷി ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് ക്രോപ്പ് ലോസ് അഥവാ കൃഷിനാശം സംഭവിച്ചു. ആ അവസ്ഥയിൽ സാധാരണ ഒരാളായിരുന്നെങ്കിൽ ആ കൃഷി അവിടെ വെച്ച് ഉപേക്ഷിച്ചേനെ. എന്നാൽ അവിടെയാണ് IT പ്രൊഫഷണലുകളായ അവരുടെ ബുദ്ധി ശരിക്കും ഉണർന്നത്. ഇതിനൊരു സാങ്കേതിക പരിഹാരം അവർ ഡിസൈൻ ചെയ്തു. ഒരു IoT ഓട്ടോമേഷൻ സിസ്റ്റം അവർ സ്വന്തമായി നിർമ്മിച്ചു. ഈ IoT സിസ്റ്റത്തെ നമുക്ക് മനുഷ്യന്റെ കേന്ദ്ര നാഡീവ്യൂഹവുമായി അഥവാ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുള്ള ഞരമ്പുകൾ ചൂടോ തണുപ്പോ അറിയുമ്പോൾ അത് തലച്ചോറിലേക്ക് സന്ദേശം നൽകുകയും തലച്ചോറ് അതിനനുസരിച്ച് ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ. അതെ, അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ സിസ്റ്റവും. ഫാമിൽ പലയിടങ്ങളിലായി വെച്ചിരിക്കുന്ന സെൻസറുകളാണ് ഇവിടത്തെ ഞരമ്പുകൾ. അവ താപനില, ഹ്യൂമിഡിറ്റി, വെളിച്ചം എന്നിവ കൃത്യമായി അളക്കും. അത് ഈ സിസ്റ്റത്തിന്റെ തലച്ചോറായ കൺട്രോളറിലേക്ക് വിവരങ്ങൾ നൽകും. ചൂട് കൂടിയാൽ ഉടൻ തന്നെ തലച്ചോറ് പമ്പുകൾക്ക് നിർദ്ദേശം നൽകി ഫോഗറുകൾ ഓൺ ചെയ്യും. ഇതിന്റെ നിർമ്മാണ ചിലവാണ് ഇതിലെ മറ്റൊരത്ഭുതം. മാർക്കറ്റിൽ ഇത്തരമൊരു കൺട്രോൾ സിസ്റ്റം വാങ്ങണമെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. 1.5 ലക്ഷമോ? അതെ. എന്നാൽ അവർ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും വില കുറഞ്ഞ ഹാർഡ്വെയറുകളും സംഘടിപ്പിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ സ്വന്തമായി ഈ സിസ്റ്റം അസംബിൾ ചെയ്തു. ലോകത്തിന്റെ ഏതു കോണിലിരുന്നും മൊബൈൽ ഫോണിലൂടെ തങ്ങളുടെ ഫാമിലെ ഓരോ സ്പന്ദനവും അറിയാനും മോട്ടോറുകൾ നിയന്ത്രിക്കാനും അവർക്ക് ഇതിലൂടെ കഴിഞ്ഞു. അവിശ്വസനീയം. ഇതിന് 2023 സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ഇന്നൊവേറ്റീവ് ഐഡിയ ഇൻ ഫാമിംഗ് എന്ന അവാർഡ് ലഭിക്കുകയുമുണ്ടായി. ശരിക്കും അർഹിച്ച അംഗീകാരം തന്നെ. സ്വന്തം പ്രതിസന്ധിക്ക് സാങ്കേതികവിദ്യയിലൂടെ അവർ കണ്ടെത്തിയ പരിഹാരമാണ് ഇത്രയും വലിയൊരു അംഗീകാരത്തിലേക്ക് അവരെ എത്തിച്ചത്. എന്നാൽ ഇവിടെ ഞാൻ ചെറിയൊരു പുഷ്ബാക്ക് നടത്തുകയാണ്. പറയൂ. ഇത്രയും നേരം നമ്മൾ ഈ സാങ്കേതികവിദ്യയുടെയും ഓട്ടോമേഷന്റെയും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും ഒരു ചിന്ത വന്നിട്ടുണ്ടാകും. അതായത് എല്ലാം മെഷീൻ നോക്കിക്കോളും, മൊബൈൽ ഫോണിൽ നോക്കിയാൽ മതി, ഇതൊരു എളുപ്പപ്പണിയാണ് എന്ന്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരിക്കലും മടിയന്മാർക്ക് വീട്ടിലിരുന്ന് പണമുണ്ടാക്കാവുന്ന ഒരു മാജിക് വിദ്യയല്ല. ഹൈഡ്രോപോണിക് സിസ്റ്റം മാറ്റിസ്ഥാപിക്കുന്നത് മണ്ണിനെ മാത്രമാണ്. ചെടികൾ ഇപ്പോഴും ജീവനുള്ളവ തന്നെയാണ്. അവയ്ക്ക് രോഗങ്ങൾ വരാം, പ്രാണികളുടെ ശല്യമുണ്ടാകാം. ഒരു ഡോക്ടർ രോഗിയുടെ അരികിൽ പോയി നോക്കി മരുന്ന് കൊടുക്കുന്നതുപോലെ ദിവസവും നാം ആ ചെടികളെ നിരീക്ഷിക്കണം, അല്ലേ? തീർച്ചയായും. താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. കൃത്യമായി പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ഒരു സഹായം മാത്രമാണ്. ഇതിലെ പ്രാക്ടിക്കലായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി അവർ വീഡിയോയിൽ വളരെ സത്യസന്ധമായി പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ആദ്യത്തേത് ഇതിന്റെ പ്രാരംഭ നിക്ഷേപമാണ്. പൈപ്പുകൾ, മോട്ടോറുകൾ, സെൻസറുകൾ, പോളിഹൗസ് എന്നിവ സജ്ജീകരിക്കാൻ തുടക്കത്തിൽ നല്ലൊരു തുക ആവശ്യമായി വരും. രണ്ടാമതായി, ഇതൊരു ശാസ്ത്രീയമായ രീതി ആയതുകൊണ്ട് പോഷകങ്ങളുടെ അളവ്, വെള്ളത്തിന്റെ pH വാല്യൂ എന്നിവയെക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാന ടെക്നിക്കൽ അറിവ് നാം നേടിയിരിക്കണം. അതെ, ചുമ്മാ വെള്ളമൊഴിച്ചാൽ പോരല്ലോ. പോരാ. ഇതുകൂടാതെ മഴ കൊള്ളാത്ത കവേർഡ് സ്പേസ് ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇത് ചെയ്യുമ്പോഴുള്ളൊരു പ്രധാന വില്ലനെക്കുറിച്ച് അവർ എടുത്തു പറയുന്നത്. അത് അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റിയാണ്. അതെ, കേരളത്തിലെ ഒരു വലിയ പ്രശ്നമാണത്. നമ്മളൊക്കെ മഴക്കാലത്തും അല്ലാതെയും അനുഭവിക്കുന്ന ആ ഒരു വിയർപ്പും അസ്വസ്ഥതയും ചെടികൾക്കുമുണ്ടാകും. പോളിഹൗസുകൾക്കുള്ളിലെ ഈ ഹ്യൂമിഡിറ്റി നിയന്ത്രിച്ച് നിർത്തുക എന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. കൊമേഴ്ഷ്യലായി, അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്ത് വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ബാച്ച് പ്ലാനിംഗ് ആണ്. ഒരു വിളയുടെ പല ബാച്ചുകൾ ചെയ്യണമെന്നവർ പറയുന്നുണ്ട്. താങ്കൾ മുൻപ് പറഞ്ഞ തക്കാളിയുടെ കാര്യം തന്നെ എടുക്കാം. തൈ വെച്ച് അതൊന്ന് വളർന്ന് കായ്ച്ചു തുടങ്ങാൻ തന്നെ ഏകദേശം 6 മാസം എടുക്കും. അതായത് 6 മാസം കഴിഞ്ഞ് ആ ബാച്ച് വിളവെടുത്ത് തീർന്നാൽ പിന്നെ അടുത്ത 6 മാസത്തേക്ക് നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. കൃത്യമായി. അങ്ങനെ സംഭവിച്ചാൽ മാർക്കറ്റിൽ നമുക്ക് സ്ഥിരമായി പച്ചക്കറികൾ സപ്ലൈ ചെയ്യാൻ കഴിയില്ല.
ഇത് ഒഴിവാക്കാൻ അവർ പറയുന്നത് ഒന്നാമത്തെ ബാച്ച് നട്ടുകഴിഞ്ഞാൽ കുറച്ചു നാളുകൾക്ക് ശേഷം വിളവെടുപ്പിന് പാകമാകുന്ന രണ്ടാമത്തെ ബാച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തുടങ്ങണമെന്നാണ്. ഒപ്പം തക്കാളി മാത്രമല്ല, ഒരു 4-5 തരം വ്യത്യസ്ത വിളകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. വളരെ ശരിയാണ്. ഇതൊരു ദീർഘകാല നിക്ഷേപമായി കാണുന്നവർക്ക് മാത്രമേ കൊമേഴ്ഷ്യൽ ലെവലിൽ ഇത് ഗുണം ചെയ്യൂ. അപ്പോ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റും സ്ഥലപരിമിതിയും ഒക്കെ കേൾക്കുമ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കൊരു പക്ഷേ ചെറിയൊരു നിരാശ തോന്നിയേക്കാം. എനിക്ക് കൃഷി ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഫ്ളാറ്റിലാണ് താമസം, എൻ്റെ കയ്യിലൊരു ചെറിയ ബാൽക്കണി മാത്രമേ ഉള്ളൂ, കോഡിംഗ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല, അപ്പോൾ എനിക്ക് ഈ കാർഷിക വിപ്ലവത്തിന്റെ ഭാഗമാകാൻ കഴിയില്ലേ എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ IT ദമ്പതികൾ തന്നെ വളരെ ലളിതമായ ചില സൊല്യൂഷനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വലിയ ഫാമുകൾക്ക് പകരം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പാക്ട് സിസ്റ്റങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളൊരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ വാങ്ങുന്നത് പോലെ ഒരു ബോക്സിനുള്ളിൽ ഡിസംബിൾ ചെയ്ത് കൊറിയറായി വരുന്നൊരു കിറ്റ്, അത് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് എളുപ്പത്തിൽ കൂട്ടിയോജിപ്പിക്കാം. അതിൽ തന്നെ പല വലിപ്പത്തിലുള്ള സിസ്റ്റങ്ങൾ ലഭ്യമാണ്. 48 ചെടികൾ വയ്ക്കാവുന്ന സിസ്റ്റം, 38 ചെടികളുടേത്, ഇനി വളരെ ചെറിയ ജനൽ പടിയിലോ ബാൽക്കണിയിലോ മാത്രം വെക്കാൻ കഴിയുന്ന 24 പ്ലാൻ സിസ്റ്റം വരെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. വാവ്, 24 പ്ലാൻ സിസ്റ്റം! അതെ, ഇതിലെനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കിഡ്സ് കിറ്റുകളാണ്. അത് വളരെ രസകരമാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് വെച്ച് മീൻ വളർത്തുന്നത് എത്ര എളുപ്പമാണോ, അത്രയും എളുപ്പത്തിൽ കുട്ടികൾക്ക് കൃഷി ചെയ്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ കിഡ്സ് കിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ജിഗ്സോ പസിൽ യോജിപ്പിക്കുന്നത് പോലെ കുട്ടികൾക്ക് തന്നെ അത് സെറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൽ അറിവിന്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ആവശ്യമില്ല. കൃത്യമായ വീഡിയോ നിർദ്ദേശങ്ങളും അവർ നൽകുന്നുണ്ട്. ഇത് തുടങ്ങാൻ ആവശ്യമായ നല്ല ഗുണനിലവാരമുള്ള ഹൈബ്രിഡ് വിത്തുകളും ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കേണ്ട ന്യൂട്രിയന്റുകളും shopPlanted.com എന്ന അവരുടെ സ്വന്തം വെബ്സൈറ്റിലൂടെ അവർ തന്നെ ലഭ്യമാക്കുന്നുണ്ട്. സ്വന്തമായി വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, വിജ്ഞാനവും പ്രായോഗികതയും സമന്വയിപ്പിക്കാൻ താൽപ്പര്യമുള്ള താങ്കളെ പോലെയുള്ളവർക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇത് പരീക്ഷിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. സ്ഥലപരിമിതി, സമയക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിങ്ങനെ പ്രകൃതിയും ജീവിതവും നമുക്ക് മുന്നിൽ വെക്കുന്ന പ്രതിസന്ധികളെ ടെക്നോളജിയുടെയും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും സഹായത്തോടെ എങ്ങനെ സമൃദ്ധിയാക്കി മാറ്റാം എന്നതിന്റെ ഏറ്റവും മികച്ച പാഠമാണ് ഈ ദമ്പതികൾ നമുക്ക് നൽകുന്നത്. അതെ, കൃഷി എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്ന വളരെ കഷ്ടപ്പാടുള്ള ഒന്നാണ് എന്ന ആ ഒരു പരമ്പരാഗത ചിന്തയെ ഇത് ശരിക്കും തിരുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തെ ശരിയായി ഉപയോഗിച്ചാൽ പ്രകൃതിക്ക് ദോഷമില്ലാതെ തന്നെ നമുക്ക് അതിശയകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നത് വ്യക്തമാണ്. തീർച്ചയായും. ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ഭാവനയ്ക്ക് താങ്കളുടെ സ്വന്തം അന്വേഷണത്തിനായി വിട്ടു നൽകാൻ ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടു, ഒരു ചെടിക്ക് ജീവിക്കാൻ മണ്ണില്ലെങ്കിലും കുഴപ്പമില്ല. കൃത്യമായ വള്ളവും പോഷകങ്ങളും നൽകിയാൽ അത് മണ്ണിലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ വളരുമെന്ന്. അതെ. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ ഭാവി നഗരങ്ങളിലെ വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചറിനെ എങ്ങനെ മാറ്റിമറിക്കും? താങ്കളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭാവിയിൽ നമ്മൾ പുതിയ വീടുകളോ ഫ്ളാറ്റുകളോ ഡിസൈൻ ചെയ്യുമ്പോൾ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളത്തിന്റെ പൈപ്പുകൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ വീടിന്റെ ചുവരുകളിലൂടെയോ ജനലുകൾക്ക് ചുറ്റുമോ നമ്മുടെ സ്വന്തം ഭക്ഷണത്തിനുള്ള ഹൈഡ്രോപോണിക് പ്ലംബിംഗ് സിസ്റ്റം കൂടി ആ വീടിന്റെ അടിസ്ഥാന പ്ലാനിന്റെ ഭാഗമായി മാറില്ല എന്ന് ആരു കണ്ടു? അതൊരു ഒന്നാന്തരം ചിന്തയാണ്. വീടിന്റെ ചുവരുകൾ തന്നെ കൃഷിയിടമാകുന്ന കാലം. അതെ, ആ സമയം അതിവിദൂരമല്ല. ഈയൊരു ചിന്തയോടുകൂടി പുത്തൻ അറിവുകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഇത് താങ്കൾക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.